Hi all, welcome to Code Classes. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് കണ്ടു, അതിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ റിലേഷൻസ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഫങ്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അത് പഠിക്കാനുള്ളൂ. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്തൊക്കെയുണ്ട്? ബോർഡിൽ നോക്കിയേ. 1 1, മിനി 1, ഓൺ 2, ഇൻ 2 എന്നൊക്കെ കണ്ടില്ലേ? ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 1 1 ആൻഡ് മെനി 1. ഓക്കെ, ആദ്യം എങ്ങനെയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചു. എവരി റിലേഷൻസ് ഫങ്ഷൻസ് ആണോ? അല്ല, ഫങ്ഷൻസ് ആവാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താന്ന് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം സപ്പോസ് 1 2 3 4 5 6 7 8 9 റിലേഷൻ. ഇതൊരു റിലേഷൻ, ഇതൊരു റിലേഷൻ, ഇതൊരു റിലേഷൻ. ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, വേറെ ഒരെണ്ണം. അടുത്തത് ഇതിൽ 3 എണ്ണം കണ്ടു. ഓക്കെ, ഇതിൽ 3 എണ്ണം കണ്ടു. ഇതിൽ ഏതൊക്കെയാ ഫംഗ്ഷൻ? നിങ്ങൾക്ക് അറിയാവോ എന്ന് നോക്കിയേ. ABC. ഓക്കെ, ഇതിൽ ഏതൊക്കെയാ ഫംഗ്ഷൻ ഒന്ന് നോക്കിയേ. നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വൺ ഫംഗ്ഷൻ ആണെന്ന് ഞാനിപ്പോ പറഞ്ഞു. ഓക്കെ, ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് വൺ ഫംഗ്ഷൻ ആണോ? സെക്കൻഡ് വൺ ഫംഗ്ഷൻ അല്ല. അത് റിലേഷൻ അല്ലേ? അതായത് എ നിന്ന് ഇത് എ എന്നുള്ള സെറ്റ്, ഇത് ബി എന്നുള്ള സെറ്റ് അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് ഓർഡേർഡ് പെയർ 1 7 1 8 2 9 3 10 4 10 5 10 എന്നൊക്കെ എഴുതുന്നു. ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുന്നു. ഓക്കെ, ഇത് റിലേഷൻ ആണ്. ആ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഫംഗ്ഷൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതും ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇത് രണ്ടും എന്തുകൊണ്ട് ഫംഗ്ഷൻ അല്ല? എന്തുകൊണ്ട് ഫംഗ്ഷൻ അല്ല നോക്കിക്കേ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എയില് അല്ല ബി എന്നുള്ളതില് നോക്കുക. ABC കൺഫ്യൂഷൻ ആവണ്ട. 1 2 3 എന്ന് കൊടുക്കുക. ഓക്കെ, 1 2 3. ഓക്കെ, 1 2 3 ആണ്. ഇപ്പൊ 2 നോക്കിയേ. ഫസ്റ്റ് എലമെന്റ് 1 എത്ര ഇമേജ് ഉണ്ട്? 1 7 എന്നുള്ള ഇമേജും ഉണ്ട്, 1 8 എന്നുള്ള ഇമേജും ഉണ്ട്. അത് പറ്റില്ല. ഓക്കെ, അതായത് ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഒറ്റ ഇമേജ്, അതായത് ഒരു എലമെന്റിന് ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ, ഫംഗ്ഷൻ ആവാനുള്ള ആദ്യത്തെ കണ്ടീഷൻ. ഇതിന് എത്ര ഇമേജ് ഉണ്ട്? ഇതിന് 2 ഇമേജ് ഉണ്ട്. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്താണ്? ഇതും ഫംഗ്ഷൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ? ഇവിടെ ഈ എലമെന്റ് കണ്ടോ? 3 എന്നുള്ള എലമെന്റിന് എന്തില്ല? ഇമേജ് ഇല്ല. 3ക്ക് ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താകുള്ളൂ? ഫംഗ്ഷൻ ആകുള്ളൂ. ഓക്കെ, എന്തൊക്കെ കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ഫംഗ്ഷനിലെ എല്ലാ എലമെന്റിനും ഫസ്റ്റ് ഫംഗ്ഷനിലെ ഒരു എലമെന്റിന് ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ, ഒരു എലമെന്റിന് ഒരു ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ, 2 ഇമേജ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റിനും എന്തുണ്ടാകണം? ഇമേജ് ഉണ്ടാവണം. ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. ഫസ്റ്റ് സെറ്റ് നിങ്ങൾ നിൽക്കുന്നു, സെക്കൻഡ് സെറ്റിൽ നിങ്ങളുടെ വെയിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഒക്കെ, നിങ്ങളുടെ വെയിറ്റ് എടുക്കുക. നിങ്ങളുടെ വെയിറ്റ് എടുത്തു. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട് അല്ലെ? ഇതിൽ നിങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ ഓരോ സ്റ്റുഡന്റ്, അമൽ, അലൻ, അക്ഷയ, അമൃത, അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. ഒരാൾക്ക് എത്ര വെയിറ്റ് ഉണ്ട്? ഒരാൾക്ക് 2 വെയിറ്റ് ഉണ്ടാവോ? അമലിന് എത്ര വെയിറ്റ് ഉണ്ട്? അമലിന് 2 വെയിറ്റ് ഉണ്ടോ? ഇല്ല, അമലിന് ഒറ്റ വെയിറ്റേ ഉള്ളൂ അല്ലെ? അമൽ എന്ന് പറഞ്ഞിരുന്ന സ്റ്റുഡന്റിന് ഒരു വെയിറ്റ് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ എന്തുണ്ട്? എല്ലാ സ്റ്റുഡന്റിനും വെയിറ്റ് ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞാല് ഒരു സ്റ്റുഡന്റിന് 2 സ്റ്റുഡൻസിന് സെയിം വെയിറ്റ് ഉണ്ടാക്കാൻ ഒന്നിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ അലനും അഖിലിനും ഒരേ വെയിറ്റ് ആണ്, 50 കിലോ. അലൻ 50 കിലോ, അഖിൽ 50 കിലോ. കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷനാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. ക്ലിയർ ആണോ? ഫംഗ്ഷനിലുള്ള കണ്ടീഷൻ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എല്ലാ എലമെന്റിനും എന്തുണ്ടാകണം?
ഇമേജ് ഉണ്ടാകണം അല്ലെ. ഇതിന് 1ന്റെ ഇമേജ് ആണ് 5 അല്ലെ, 5ന്റെ പ്രീ ഇമേജ് ആണ് 1. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 1ന്റെ ഇമേജ് 5, 5ന്റെ പ്രീ ഇമേജ് 1. ഓക്കെ, എല്ലാ എലമെന്റിനും എന്തുണ്ടാകണം? ഇമേജ് ഉണ്ടാകണം. പിന്നെ എന്തുണ്ടാകണം? ഒരു എലമെന്റിന്, അതായത് എയിലെ ഒരു എലമെന്റിന് 2 ഇമേജ് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഫംഗ്ഷന്റെ കണ്ടീഷൻ. ക്ലിയർ? ഓക്കെ, ഇനി 1-2 കാര്യങ്ങളോട് പറയട്ടെ. ഡൊമെയിൻ റേഞ്ച് എന്താണ്? കോഡൊമെയിൻ, ഇമേജ്, പ്രീ ഇമേജ്. ഇത്രയും സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ, ഇമേജ്, പ്രീ ഇമേജ്, ഇത്രയും കാര്യങ്ങൾ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റിനെയും കൂടെ ചേർത്തുള്ള സെറ്റാണ് ഡൊമെയിൻ. അതായത് ഫസ്റ്റ് സെറ്റിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ ഇതിൽ നിന്ന് ഫസ്റ്റ് സെറ്റിൽ 1 2 3 4 ഇതാണ് ഇവിടുത്തെ ഡൊമെയിൻ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഡൊമെയിൻ എന്താന്ന് മനസ്സിലായി. ഡൊമെയിൻ എങ്ങനെയാണോ അതേപോലത്തെ സാധനമാണ് കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ. എന്താ കോഡൊമെയിൻ എന്ന് പറഞ്ഞാല്? സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റും ചേർത്തുള്ള സെറ്റാണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കോഡൊമെയിനിൽ ഇവിടെ എന്ത് വരും? ഫസ്റ്റിലെ 5 6 സെറ്റ് ഓഫ് 5 6 7 8 9 വരും ഇവിടുത്തെ കോഡൊമെയിൻ. അപ്പൊ ഡൊമെയിനും കോഡൊമെയിനും ക്ലിയർ അല്ലേ? ഇനി റേഞ്ച് എന്താന്ന് വെച്ചാൽ അതിന് മുമ്പ് ഇമേജ് നമ്മൾ പറഞ്ഞു. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ ഇമേജ് ആണ് 5, 2ന്റെ ഇമേജ് 6, 3യുടെ ഇമേജ് 6. ഇങ്ങനെ വരാൻ പറ്റുമോ? പറ്റും. അമലിനും അഖിലിനും ഒരേ വെയിറ്റ് അല്ലെ, കുഴപ്പമൊന്നുമില്ല. 4ന്റെ ഇമേജ് 7. അപ്പൊ ഇതാണ് ഇമേജ് അല്ലെ. ഈ ഇമേജുകളുടെ ചേർന്നിട്ടുള്ള സെറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിലെ റേഞ്ച് എന്തായിരിക്കും? അവിടുത്തെ റേഞ്ച് ആയിരിക്കും 5 6 7 അല്ലെ. 8 9 വരുന്നുണ്ടോ? 8 9 കോഡൊമെയിനിൽ വരുന്നുണ്ട്, പക്ഷെ റേഞ്ചിൽ വരുന്നില്ല. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി പ്രീ ഇമേജ് നമ്മൾ പറഞ്ഞു. 5ന്റെ പ്രീ ഇമേജ് ആണ് 1, 6ന്റെ പ്രീ ഇമേജ് 2 അല്ലെ. 6ന്റെ 2 പ്രീ ഇമേജ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? 6ന്റെ 2 പ്രീ ഇമേജ് 2ഉം 3ഉം ഉണ്ട്. ഓക്കെ, 7ന്റെ പ്രീ ഇമേജ് ആണ് 4. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലേക്ക് പോവാം. 2 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ 1 1 മെനി 1 എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. എന്താ 1 1? ഓക്കെ, നോക്ക്, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമുക്ക്. എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ്. എയിലെ എലമെന്റ് ആണ് 1 2 3 4 5. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണെങ്കിൽ ഈ റിലേഷൻ എന്തായിരിക്കണം? ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ എന്ത് എഴുതി? ഇവിടെ 7 8 9 10 11 12 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്തു, ഇത് പ്ലോട്ട് ചെയ്തു, ഇത് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഒരു റിലേഷൻ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ്? 1ന് 7 2 8 3 9 4 11 5 10. എന്താ എഴുതുന്നത്? ഓർഡേർഡ് പെയർ അല്ലേ? 1 7. ഇതിനെന്താ പറയാ? ഓർഡേർഡ് പെയർ എന്ന് പറയും. പൊസിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. 1 എന്നുള്ളത് ആദ്യം തന്നെ എഴുതാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ 1 7 എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ, 2 8 എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ, 3 9 4 11 5 10. ഓക്കെ, ഇവിടെ നോക്കിക്കേ നിങ്ങള്, എയിലുള്ള എലമെന്റിന് എത്ര ഇമേജ് ഉണ്ട്? ഒരു എലമെന്റിന് ഒരു ഇമേജ്, അല്ലെ. അടുത്ത എലമെന്റിന് ഒരു ഇമേജ് അല്ലെ. ഒരു എലമെന്റിന് ഒരു ഇമേജ് അല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് 1, ഇതെന്ന് പറഞ്ഞാല് 1 1. അപ്പൊ മെനി 1 എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ 4ന്റെ ഇമേജ് ഇത് കണ്ടോ, 4ന്റെ ഇമേജ് 10 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 2 പേർക്ക് ഒരു ഇമേജ് വന്നു. ഇത് ഫംഗ്ഷൻ ആണോ? ഇപ്പൊ സപ്പോസ് ഇതില്ല. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതി?
4ന്റെ ഇമേജ് 10, 5ന്റെ ഇമേജ് 10. ഓക്കെ, 4ന്റെ ഇമേജ് 10, 5ന്റെ ഇമേജ് 10. രണ്ടുപേർക്ക് ഒരു ഇമേജ് അല്ലെ, രണ്ടുപേർക്ക് ഒരു ഇമേജ്. ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്, ഇവിടെ എല്ലാവർക്കും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. എല്ലാവർക്കും ഇമേജ് ഉണ്ട്, ഒരാൾക്ക് ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഫംഗ്ഷൻ ആണ്. പക്ഷെ എന്ത് ഫംഗ്ഷൻ ആണ് ഇവിടെ? ഇവിടെ രണ്ടുപേർക്ക് സെയിം ഇമേജ് ആ വരുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, മെനി വൺ. ഓക്കെ, ഇപ്പൊ സപ്പോസ് എല്ലാവർക്കും 1 2 3 4 5 എല്ലാവർക്കും 7 എന്നുള്ള ഇമേജ് ആണ് ഉള്ളതെങ്കിൽ അതെന്താണ്, മെനി വൺ. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. എന്താണ് റിലേഷൻ? എന്താണ്, ഒരാൾക്ക് ഒരു റിലേഷൻ 1 1, അടുത്തയാൾക്ക് ഒരാൾ 1 1. ഓക്കെ, രണ്ടുപേർക്ക് എന്താണ്, ഒരാളെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, മെനി വൺ. ഓക്കെ, ക്ലിയർ അല്ലേ? വീട്ടില് അച്ഛനെയും അമ്മയും കേൾപ്പിക്കരുത് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എന്താ, അങ്ങനെ ആലോചിക്കാം, ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയോ? 1 1 എന്താ, മെനി വൺ എന്താന്ന് മനസ്സിലായോ? എന്താ 1 1 എന്ന് പറഞ്ഞാല്? 1 1 എന്ന് പറഞ്ഞാല് ഒരു പ്രീ ഇമേജിന് ഒരു ഇമേജ്, അതല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് എന്താണ്, രണ്ടുപേർക്കും ഒരു ഇമേജ് ഉണ്ടാകാൻ പാടില്ല, അല്ല, രണ്ട് പ്രീ ഇമേജിന് സെയിം ഇമേജ് ഉണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് ഒന്ന് അല്ലെ. ഓർഡേർഡ് പെയറിലാണെങ്കിൽ എന്താണ്, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. 1 1 7 2 8 3 9 4 10 5 11 എല്ലാ ഇതും ഡിഫറെന്റ് ആയിരിക്കും. അതേ സ്ഥലത്ത് മെനി വൺ എഴുതുവാണെങ്കിലോ റിപ്പീറ്റ് ചെയ്യും. ഏത്, സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യും അല്ലെ. ഓർഡേർഡ് പെയറിൽ 1 7 എന്നൊന്നും വിചാരിക്കാം, 1 7 2 7 ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇത് മെനി വൺ ആയിരിക്കും. കൺസെപ്റ്റ് കിട്ടിയോ? അപ്പൊ 1 1 എന്താ, മെനി വൺ എന്താന്ന് കിട്ടി. ഈ 1 1ന് പറയുന്ന വേറെ പേരാണ് ഇൻജെക്റ്റീവ്. ഓക്കെ, 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് ഒന്ന്. ഓക്കെ, അടുത്തയാൾക്ക് വേറെ ഒന്ന്, അടുത്തയാൾക്ക് വേറെ ഒന്ന്. ഓക്കെ, അങ്ങനെ പറയുന്നതിന് വേറെ പേരാണ് ഇൻജെക്റ്റീവ്. ക്ലിയർ ആയോ? അപ്പൊ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്താ, 1 1 ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലായോ? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ മെനി വൺ ഫംഗ്ഷൻ ഉണ്ട്. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 1ന്റെ വേറെ പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി എന്താ, ഓൺ ടു ഇൻടു. ഓൺ ടു ആൻഡ് ഇൻടു. ഓൺ ടുവിന്റെ വേറെ പേരാണ് സർജക്റ്റീവ്. ഓക്കെ, ഓക്കെ, നമുക്ക് വരച്ചു നോക്കാം. എവിടെ, ഓക്കെ, നമുക്ക് 2 3 എക്സാമ്പിൾ ചെയ്താം. ഓക്കെ, 1 2 അത് വേണ്ട, വേറെ കളർ എടുക്കാം. ഓക്കെ, 1 2 3 4 4 എലമെന്റ്. ഓക്കെ, ഇവിടെ എന്ത് എഴുതി, ഇവിടെ 5 6 7. ഓക്കെ, 8 9 5 എലമെന്റ് ഇരിക്കട്ടെ, 5 6 7 8 9. ഓക്കെ, അടുത്ത എക്സാമ്പിൾ 1 2 3 4. ഇവിടെ 5 6 7 8 9.
ഓക്കെ, അടുത്ത എക്സാമ്പിൾ 1 2 3 4 5 7 8 9 10. അത് മതി. അടുത്തത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് 4 എക്സാമ്പിൾ എഴുതി. ഓക്കെ, ഇപ്പം 1 1 എന്താ മിനി 1 എന്താന്ന് ക്ലിയർ ആയോ? ഇത് 1 1 ആണോ മിനി 1 ആണോ? ഇത് 1 1 അല്ലെ, കാരണം എന്താ 1ന് 5 2ന് 6 3ക്ക് 7 4ന് 8. ഓക്കെ, 1 1 ആണ്. ഒരാൾക്ക് ഒന്നേ ഉള്ളൂ അല്ലെ, ഒരാൾക്ക് ഒന്നേ ഉള്ളൂ. ഇതോ രണ്ടാൾക്ക് ചേർന്ന് പറഞ്ഞാണ് അല്ലെ, മെനി 1 അല്ലെ, മെനി 1 മെനി 1. ആദ്യത്തത് മെനി അല്ലെ, 1 2 രണ്ടെണ്ണം ഉണ്ട് ഒന്നിലേക്ക്, മെനി 1. ഓക്കെ, 1 1 മെനി 1. ഇത് മെനി 1 അല്ലേ, ക്ലിയർ അല്ലേ? ഇതോ മെനി 1 അല്ലെ, മെനി 1 എന്ന് പറയാം. ഇതോ 1 1 അല്ലെ, 1 1 ഉള്ളൂ, 1 1 1 1 എല്ലാം 1 1 ആണ് അല്ലെ. ഇത് 1 1 ആണ്, ഇത് 1 1 ആണ്. ഇത് മെനി 1 ആണ്, ഇത് മെനി 1 ആണ്. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ റേഞ്ചിലേക്ക് നോക്കുക. ഇൻടു ഓൺ ടു. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ടു എന്ന് പറഞ്ഞാല് സെറ്റ് എ ബി ഉണ്ടെന്ന് വിചാരിക്കുക. സെറ്റ് ബിയിലെ എല്ലാ എലമെന്റും അല്ലെ, 7 8 9 10 എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാ? അതിനെ നമുക്ക് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് പറയാം. ഓൺ ടു അല്ലെങ്കിൽ എന്ത് പേര് പറയാ? സർജക്റ്റീവ്. ക്ലിയർ ആയോ? അപ്പൊ ഇൻടു എന്തായിരിക്കും? ഇവിടെ ഈ നോക്കിയേ, ഇത് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എ ബി എന്നുള്ള സെറ്റ് നോക്കിയേ. ബി എന്നുള്ള സെറ്റില് 5 6 7 8 എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. 9ന് പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ടു ആണോ? അല്ല, ഇത് ഓൺ ടു അല്ല. കാരണം എന്താണ്? 9 എന്നുള്ള എലമെന്റ് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒരാളെ വെറുതെ ഇരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഓക്കെ, അപ്പൊ വെറുതെ ഇരുന്നാൽ അതെന്താണ്? അത് ഇൻടു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഓൺ ടു എന്താന്ന് മനസ്സിലായോ? ഓൺ ടു എന്ന് പറഞ്ഞാല് ഇവിടെ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ഇവിടെ റേഞ്ചും കോഡൊമൈനും എന്തായിരിക്കും? ശ്രദ്ധിക്കുക, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. ഇവിടെയോ? ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 6 7 8 അല്ലേ, കോഡൊമൈൻ എന്ന് പറഞ്ഞാലോ 5 6 7 8 9 ആണ്. അപ്പൊ റേഞ്ചും കോഡൊമൈനും ഡിഫറെന്റ് ആണെങ്കിൽ അത് ഇൻടു ഫംഗ്ഷൻ. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് ഇൻടു ഫംഗ്ഷൻ അല്ല, ഓൺ ടു ഫംഗ്ഷൻ. ഈക്വൽ ആണെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇവിടെയോ? ഇവിടെ എന്താണ്? ഇവിടെ ഇൻടു ആണോ ഓൺ ടു ആണോ? 8 9 വെറുതെ ഇരിക്കുകയാണ് അല്ലെ, അപ്പൊ ഇൻടു ഫംഗ്ഷൻ ആണ്. ഇത് ഇൻടു ഫംഗ്ഷൻ. ഓക്കെ, ഇതോ? ഇത് 5 6 7 8 9 എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, ഇൻടു ഓൺ ടു വേറെ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വരയ്ക്കുകയാണ് അല്ലെ. ഓ വരയ്ക്കുമ്പോ ഓയിൽ എല്ലാം ഉണ്ട് അല്ലെ, എല്ലാം ഉള്ളത് ഐ. ഇൻടു എന്ന് പറഞ്ഞാലോ ഇതാ ഐ അല്ലെ, എല്ലാം ഇല്ല, എല്ലാത്തിലും ഇല്ല, അതുകൊണ്ട് ഐ. ഇൻടു ഫംഗ്ഷൻ. അങ്ങനെ ആലോചിച്ചാലും മതി. ക്ലിയർ ആണോ? അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ എന്താന്ന് ക്ലിയർ ആയി, ഇൻടു ഫംഗ്ഷൻ എന്താന്ന് ക്ലിയർ ആയി, 1 1 എന്താന്ന് ക്ലിയർ ആയി, മെനി 1 എന്താന്ന് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ഇൻടു ഫംഗ്ഷൻ ആണ്. അതേപോലെ എന്താണ്? 1 1 ഫംഗ്ഷൻ ആണ് അല്ലെ, 1 1 ആണ്. ഇൻടു ആണ്, 1 1 ആണ്. സെക്കൻഡ് ഇൻടു ആണ് അല്ലെ, കാരണം എന്താണ്? എല്ലാത്തിലും 8 9 വെറുതെ ഇരിക്കുകയാണ്. ഇൻടു ഫംഗ്ഷൻ ആണ്, മെനി 1 ആണ്. ഓക്കെ, മെനി 1 ഇൻടു ആണ്, മെനി 1 ആണ്. മൂന്നാമത്തെ എക്സാമ്പിളോ ഓൺ ടു ആണ്, മെനി 1 ആണ്. മെനി 1 ഓൺ ടു. ക്ലിയർ അല്ലേ? മെനി 1 എല്ലാം ഉണ്ട്, ഓൺ ടു. ഇവിടെയോ? ഇവിടെ ഓൺ ടു ആണ്, പിന്നെ എന്താണ്? 1 1 ആണ്. അതായത് ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ആണ്. ഇൻജക്റ്റീവും സർജക്റ്റീവുമായ സ്ഥിതിക്ക് നമുക്ക് അതിനെന്ത് പറയാം? അങ്ങനെയുള്ളതിനാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? ഇൻജക്റ്റീവ് പ്ലസ് സർജക്റ്റീവ് മീൻസ് 1 1 പ്ലസ് ഓൺ ടു. 1 1 പ്ലസ് ഓൺ ടു ആണെങ്കിൽ എന്താണ്? അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു.
ക്ലിയർ ആയോ? ഇത്ര പഠിക്കാൻ, ഇതാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കാനുള്ളത്. അപ്പൊ ഇൻജക്റ്റീവ് എന്താന്ന് മനസ്സിലായി, സർജക്റ്റീവ് എന്താന്ന് മനസ്സിലായി. ഇൻജക്റ്റീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മെനി വൺ അല്ലെ. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1, ഓപ്പോസിറ്റ് മെനി വൺ. പിന്നെന്താണ് സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു, അതിന്റെ ഓപ്പോസിറ്റ് ഇൻ ടു അല്ലെ. ഓൺ ടു ഇൻ ടു. അപ്പൊ ബൈജക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? 1 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്താലോ? ഇവിടെ നമ്മുടെ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ വന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് such that f എന്താണ്? ഫംഗ്ഷൻ r to r defined by f of x is equal to 1 by x is 1 1 and on 2 where r is a set of all non-zero real numbers. സീറോ പറ്റില്ല, സീറോ അല്ലാത്ത റിയൽ നമ്പറിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? സെറ്റ് എയിൽ എന്തുണ്ട്? സെറ്റ് എയില് ഇത് എ ഉണ്ട്, ഇത് ബി ഉണ്ട് അല്ലെ. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. എവിടെ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെയാ? നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പേഴ്സും അല്ലെ. നമ്പർ ലൈനിൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സും, അതായത് പോയിന്റ് -100.5 അല്ലെ, -100.5 ഉണ്ട്, -100 ഉണ്ട്. എന്തില്ല? നടുക്കത്തെ സീറോ ഇല്ല എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡൊമൈനിൽ എന്ത് വരും? ഡൊമൈനിൽ എല്ലാ റിയൽ നമ്പറും വരും എക്സെപ്റ്റ് സീറോ. സീറോ വരൂല. റേഞ്ചിലോ? റേഞ്ചിലും എല്ലാ റിയൽ നമ്പറും r സ്റ്റാർ എന്നാണ് അല്ലെ, r ഡോട്ടോ എന്ത് വേണേലും വായിച്ചോ. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്, പക്ഷെ അത് നോൺ സീറോ ആണ്. അതായത് ഇവിടെ സീറോ ഇല്ല. സീറോ അല്ലാത്ത ബാക്കി എല്ലാം ആണ് സെറ്റ് എയിലും സെറ്റ് ബിയിലും ഉള്ളത്. ക്ലിയർ ആയോ? എന്ത് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 1 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഡിഫൈൻഡ് ബൈ f of x is equal to 1 by x is 1 1 and on 2 എന്നുള്ളത് നമ്മൾ കാണിക്കണം. 1 1 ആണ്, on 2 ആണ്. 1 1 ആണ്, on 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫംഗ്ഷൻ? ബൈജക്റ്റീവ് ആണ് അല്ലെ. ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ആണ്, ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കണം. ഓക്കെ, സപ്പോസ് നമ്മൾ ഒരു പോസിറ്റീവ് നമ്പർ എടുത്തു. എന്താണ്? 8 എടുത്തു. ഓക്കെ, 8ന്റെ A8 ആണെങ്കിൽ f of x എന്ന് പറഞ്ഞാൽ എന്താ? f of x എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ, ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന എക്സ്. ഇതെന്ന് പറഞ്ഞാൽ എക്സും ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? f of x ആണ് അല്ലെ, y അങ്ങനെയല്ലേ. ഇത് എക്സ്, ഇത് f of x ന്റെ വാല്യൂ. ഇവിടെ 8 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 1/8 കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 1/100 വരും. ഇവിടെ 1000 ആണെങ്കിൽ എന്ത് വരും? 1/1000 വരും. ഓക്കെ, അതായത് ഇവിടുത്തെ ഏത് വാല്യൂ എടുത്തു, ഏത് പോസിറ്റീവ് നമ്പർ എടുത്തു, 0.1 ആണെങ്കിൽ എന്ത് വരും? 1/0.1. ഓക്കെ, 0.2 ആണെങ്കിൽ എന്ത് വരും? 1/0.2. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കുന്നു. പോസിറ്റീവ് റിയൽ നമ്പർ, ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും നമുക്ക് എന്ത് കിട്ടി? എക്സ് ആണെങ്കിൽ എന്ത് കിട്ടി? 1/x എന്ന് കിട്ടും അല്ലെ. എക്സ് ആണ് ഇവിടെ എങ്കിൽ 1/x. ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് അല്ലേ അല്ലെ. ഇവിടെ കിട്ടുന്ന എല്ലാം ഡിഫറെന്റ് അല്ലേ. അപ്പൊ 1 എടുത്തു, 1 കിട്ടി. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 എടുത്തു, 1/2 അല്ലെ. 3 എടുത്തു, 1/3. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ 1ന്റെ മുകളിലേക്ക് നമ്മൾ വരയ്ക്കുന്ന അനുസരിച്ച് എന്ത് വരും? വലിയ വലിയ നമ്പർ വരും അല്ലെ. നമ്മൾ ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 1/x ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ കിട്ടിയത്? നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലേ കിട്ടിയേ? കറക്റ്റ് 1 മാത്രം 1 ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഗ്രാഫാ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെ ഏത് നമ്പർ എടുത്താലും എന്താണ്? ക്ലിയർ ആണോ? ഇവിടെ ഏത് നമ്പർ എടുത്താലും, ഇവിടെ 1 എടുത്താലും നമുക്ക് y ഇവിടെ കിട്ടി അല്ലെ. ഇത് എക്സ്, ഇത് f of x. ഇവിടെയാണ് f of x കിട്ടുന്നത്. അപ്പൊ എക്സിൽ ഏത് നമ്പർ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഏത് നമ്പർ എടുത്താലും ഡിഫറെന്റ് എക്സ് അല്ലേ y അല്ലേ കിട്ടുന്നേ. ഇവിടെ നമ്മൾ എന്താണ്? 0.1 എടുത്തു. 0.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.1 ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് അല്ലെ. ഇവിടെ 0.1 എടുത്തു. 0.1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ഇവിടെയാണ് അല്ലെ. 0.2 എടുത്തു. 0.2 കറസ്പോണ്ടിങ് കുറച്ചുകൂടെ y താഴെ അല്ലെ. സപ്പോസ് 100 എടുത്തു. 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള x ഇവിടെ. 1000 എടുത്തു, താഴെ അല്ലെ. എല്ലാത്തിനും എന്താണ്? ഡിഫറെന്റ് y f of x ന്റെ വാല്യൂ കിട്ടുന്നത് അതെ. ഇവിടെ ഏത് നമ്പർ എടുത്താലും നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഡിഫറെന്റ് വാല്യൂ കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും സെപ്പറേറ്റ്, അതായത് 1 1 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻജക്റ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ,
അതേ നെഗറ്റീവ് നമ്പർ എടുത്താലോ നെഗറ്റീവ് ഇങ്ങനെയാ വരുന്നത് അല്ലേ, നെഗറ്റീവ് ഇങ്ങനെയല്ലേ. ഓക്കെ, ഇൻജക്റ്റീവ് എടുത്താൽ നെഗറ്റീവ് സപ്പോസ് മൈനസ് പോയിന്റ് ഇങ്ങനെയല്ല, സോറി ഇത് മാറിപ്പോയി. നെഗറ്റീവ് എങ്ങനെ വരും, നെഗറ്റീവ് നമുക്ക് ഇങ്ങനെ വരും അല്ലെ. ഇപ്പൊ സപ്പോസ് മൈനസ് എഫ് ഓഫ് എക്സിന് -1 ആണെങ്കിൽ എന്ത് കിട്ടി, -1 ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് -1 കിട്ടും അല്ലെ, -1 കറസ്പോണ്ടിങ് -1. ഓക്കെ, -0.1 ആണെങ്കിലോ, -0.1 ആണെങ്കിൽ അതായത് എക്സിന് -0.1 1/-0.1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, -10 കിട്ടി അല്ലേ. അപ്പൊ -0.1 ആണ് എക്സിന്റെ വാല്യൂ എങ്കിൽ നമുക്ക് എന്ത് കിട്ടി, -10 കിട്ടി. ഏത് വാല്യൂ എടുത്താലും നമുക്ക് എന്താണ്, വേറെ വേറെ വാല്യൂ അല്ലേ കിട്ടുന്നേ, അതായത് ഒരെണ്ണത്തിന് ഒരു വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നെഗറ്റീവ് നമ്പർ എടുത്താലും അത് എന്താണ്, ഇൻജക്റ്റീവ് ആണ്, 1 ആണ്. അപ്പൊ പോസിറ്റീവ് നമ്പർ എടുത്താലും നെഗറ്റീവ് നമ്പർ എടുത്താലും നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഓൺ ടു ആണോ എന്ന് കാണിക്കണം. ഓൺ ടു ആണോ എന്ന് കാണിക്കാൻ ഇവിടുത്തെ നോക്കിയേ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് അവിടെ മുതൽ -∞ മുതൽ 0 വരെ, 0 ടച്ച് ചെയ്യൂല. അതേപോലെ തന്നെ എന്താണ്, 0 മുതൽ 0ന്റെ തൊട്ട് താഴെ മുതൽ ഇൻഫിനിറ്റി വരെ എല്ലാ വാല്യൂവും എന്തുണ്ട്, എല്ലാ വാല്യൂവിനും കറസ്പോണ്ടിങ് പ്രീമേജ് ഉണ്ട്. പ്രീമേജ് എന്ന് പറഞ്ഞാൽ എക്സിൽ വരും അല്ലെ. ഇതിന് ഏത് വാല്യൂ എടുത്താലും ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ എക്സ് ടച്ച് ചെയ്യുന്നില്ലേ, എല്ലാ പോയിന്റിലും എന്തുണ്ട്, പ്രീമേജ് ഉണ്ട്. എല്ലാ വാല്യൂവിനും പ്രീമേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇതിന് 1 ഉം ഓൺ ടു എന്ന് പറയാം. ഓക്കെ, is the result true if the domain R is replaced by n with the codomain being same as R. അതായത് എന്ത് സംഭവിച്ചു, ഡൊമൈനിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, അടുത്ത ക്വസ്റ്റ്യനിൽ എന്ത് സംഭവിച്ചു, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്, റേഞ്ച് അതായത് എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്, ഇങ്ങനെ പോകും. റേഞ്ചിലോ, റേഞ്ച് എന്ത് വരും, റേഞ്ച് -∞ to 0 ഇല്ല ഇൻഫിനിറ്റി അല്ലെ. അതായത് -100 -10 അതേപോലെ തന്നെ -10 -9.5 -9 എല്ലാം ഉണ്ട് അല്ലെ. -1 ഇവിടെ 1 2 3.5 അങ്ങനെ എല്ലാ റിയൽ നമ്പറും ഇവിടെ ഉണ്ട്, ഇവിടെ ബിയില്. ഓക്കെ, ഇവിടെയോ, ഇവിടെ നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് മാറുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ 1, എല്ലാത്തിനും എന്തുണ്ട്, ഇത് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് എല്ലാത്തിനും ഇമേജ് ഉണ്ടാവും. അപ്പൊ 1 2 3 4 5 അതിന്റെ 1/x എന്ന് പറഞ്ഞാൽ 1/1 1/2 1/3 1/4 അല്ലെ. എല്ലാത്തിനും എന്താണ്, എല്ലാത്തിനും സിംഗിൾ എന്തേ ഉള്ളൂ, ഇമേജ് ഉള്ളൂ, 1 ആയിരിക്കും അല്ലെ. ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് എന്താണ്, എല്ലാത്തിനും ഒറ്റ ഇമേജേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇത് 1 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടുത്തെ എല്ലാ പോയിന്റും എടുത്തു, ഇവിടുത്തെ എല്ലാ പോയിന്റിനും എന്തുണ്ട്, പ്രീമേജ് ഉണ്ടോ. അപ്പൊ നെഗറ്റീവ് നമ്പർ എടുത്തു, -1 എന്തെങ്കിലും 1/x ചെയ്താൽ എങ്ങനെയായാലും -1 കിട്ടുമോ, ഇത് പോസിറ്റീവ് ആണെങ്കിൽ കിട്ടൂല. കാരണം എന്താണ്, അതുകൊണ്ട് എന്താണ്, ഇതില് പോയിന്റ് നമ്പർ അല്ല, എന്താണ് ഇത്ര ഐ എന്നുള്ള രീതിയിൽ, ഓ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതായത് എന്താണ്, ഇത് 1 അതായത് എന്താണ്, ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല, ഇൻ ടു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി അല്ലെ. ഇതെന്തായിരിക്കും, ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും, ഓൺ ടു അല്ല. കാരണം എന്താണ്, ഇവിടുത്തെ കുറെ നമ്പർ ഇവിടെ മിസ്സിംഗ് ആണ് അല്ലെ. ഇവിടുത്തെ കുറച്ച് നമ്പേഴ്സിനേ ഉള്ളൂ, പക്ഷെ ഇവിടെയുള്ള എല്ലാത്തിനും ഒരെണ്ണേ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് എന്താണ്, 1 ആണ്, പക്ഷെ എന്തല്ല, ഓൺ ടു അല്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇൻഫറൻസ് കിട്ടി. ഓക്കെ, നമുക്ക് ഏതായാലും ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് കാണാനുണ്ട്. ഇതിന്റെ നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം 1 മെനി 1 അല്ലെ. 1 വേറെ എന്താണ്, 1 വേറെ പേരാണ് ഇൻജക്റ്റീവും മെനി 1ഉം. പിന്നെന്താണ്, ഓൺ ടുയുടെ വേറെ പേരാണ് സർജക്റ്റീവും ഇൻടു. അപ്പം ആ 4 സാധനം പഠിക്കുക. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് വരുന്നതിനാണ് ബൈജക്റ്റീവ് എന്ന് പറയുന്നത്.
ഇനി ഇത് വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ബൈ.